ഞാനൊരു കാര്യം പറയട്ടെ. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുണ്ടാവില്ല. കാരണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. അഴുക്കുകളൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും, മെൽറ്റായി അങ്ങോട്ട് ഒഴുകിയൊക്കെ പൊയ്ക്കോളും. അതുപോലെ തന്നെയാണ് നമ്മളെ ദേഷ്യം വരുന്ന വ്യക്തികൾ. അവര് മനസ്സിലൊന്നും ഉണ്ടാവില്ല, അപ്പൊ അതവിടെ കഴിയും. അപ്പൊ തുറന്നു പറയുന്ന വ്യക്തികളുടെ മനസ്സിൽ കളങ്കം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കളങ്കമില്ലാത്ത മനുഷ്യർക്ക് ഒരുപാട് ചിരിക്കാനും ഓരോ കാര്യങ്ങൾ ആസ്വദിക്കാനും അവരെ കൊണ്ട് സാധിക്കും. വൺ ഹു കാനോട്ട് ലവ് കാനോട്ട് മെഡിറ്റേറ്റ് എന്നാ പറയാ. അതായത് ഒരു വ്യക്തിക്ക് ചിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാനും കഴിയില്ല എന്നാണ്. അതായത് പിന്നൊക്കെ പ്രഹസനമാണ്. കളങ്കമില്ലാത്ത മനസ്സിനെ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ഇപ്പൊ കുറച്ചായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ കൂടി മുകളിലോട്ട് നോക്കി ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ചിരിക്കുന്നതാണ് ചിരി ആരോഗ്യത്തിന് നല്ലത്. പക്ഷേ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നു, നമ്മ എന്തോ പിശുക്കിയിലാണ് അത് ചെയ്യുന്നത്. ഓരോരുത്തർ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ എന്തൊരു മടിയാണ്. കാരണം എൻ്റെ ഒരു ചിരി കൊണ്ട് അവര് സന്തോഷിക്കരുത്. അവിടെ പോലും നമ്മ ഇടിഞ്ഞിടിഞ്ഞ് വരാൻ. ഇനി മുതൽ ആരെങ്കിലൊക്കെ കാണുമ്പോൾ ജസ്റ്റ് വെറുതെ, കൂടുതലും ചിരിച്ചാൽ പ്രശ്നമാണ്. ആരെങ്കിലൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിരിക്കുക. ആ ഒരു ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ മൈൻഡിൽ വരുന്ന ഒരു എനർജി, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം വരും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ 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 ഇങ്ങനായി പോകരുത് നമ്മൾ.